ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയ ദുഷിച്ചാൽ വിഷപ്പുകയായി മാറും. ചിലർക്ക് തോന്നിയേക്കാം, അച്ഛനിപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ. നിശ്ചയമായിട്ട് ഞാൻ ദൈവവചനമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ ഒരു കാര്യം, ഇത് ദുഷിച്ചാൽ വിഷപ്പുകയായി മാറാം. വിഷപ്പുക ശ്വസിച്ചാൽ എങ്ങനെയിരിക്കും? അത് പറയാൻ കാരണം 2-3 സംഭവങ്ങളാണ്. ഒന്ന്, ഒരു മനുഷ്യൻ ആക്രോശിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ഇൻ്റർനെറ്റും ഫേസ്ബുക്കും ഒക്കെ കണ്ടുപിടിച്ചവൻ്റെ തലക്കെട്ട് കൊടുക്കണം. ഞാൻ ചോദിച്ചു, അതിന് ഇതുകൊണ്ട് എന്തേലും ഉപകാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞത്, എൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കിയത് ഇതാ. ഇന്ന് എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് എനിക്ക് ഒരു സ്നേഹബന്ധവും ഇല്ല, അവർക്കും വേണമെന്നില്ല. ഇന്ന് എല്ലാവർക്കും ഫോണും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇരിക്കാനാണ് താല്പര്യം. ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നതോ ഒരു ഷെയറിങ് നടത്തുന്നതോ ആർക്കും താല്പര്യമില്ല. എല്ലാത്തിൻ്റെയും കാരണം ഈ സോഷ്യൽ മീഡിയ ഇതിങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അത് പ്രായഭേദമന്യേ ഏത് ജീവിതാന്തസ്സുകാർ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് അതൊരു വിഷപ്പുക പോലെ മാറിയിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ്, എനിക്ക് 2 പേരുമായിട്ട് അടുപ്പമായിരുന്നു. 2 പേരുടെയും ശരീരം, നഗ്ന ശരീരം, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ? അത് വീഡിയോ കോൾ, അതിലൂടെ അവരുടെ നഗ്ന ശരീരം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്. ഇനി ഇതിനേക്കാൾ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഇന്ന് അമേരിക്കയിൽ പല സ്റ്റേറ്റിലും 200-ലേറെ ഈ സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സാണ്. 200-ലേറെ. അപ്പം നോക്കിയാൽ ഇതുമൂലം അഫക്റ്റഡ് ആയിട്ടുള്ള, ഇത് ബാധിച്ച, ഇത് ശരിക്കൊരു വിഷപ്പുകയായി മാറിയ എത്രയെത്ര വ്യക്തികൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശ്രദ്ധിക്കാതെ പോയാൽ വിഷപ്പുകയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഇതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആധുനിക യുഗത്തിൻ്റെ വരദാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിദൂരത്തായിരുന്ന പലതും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലായി. എങ്ങനെയാ? സോഷ്യൽ മീഡിയയിലൂടെ. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ ഒരു വചനവുമായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തേണ്ടവർക്ക് എത്താൻ പറ്റും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നമുക്ക് വചനം സ്വീകരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം, അതിനുള്ള സാധ്യത. അവിടെ ഞാൻ പറഞ്ഞേ, ആധുനിക യുഗത്തിൻ്റെ ഒരു വരദാനം എന്ന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ വിസ്മരിക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പലതും ഇന്ന് വിദൂരത്തായി. പണ്ട് വിദൂരത്തായിരുന്ന പലതും ഇന്ന് വിരൽത്തുമ്പിലാണ്. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പലതും ഇന്ന് വിദൂരത്തായി മാറിയിരിക്കുന്നു. ഫാമിലിയിലുള്ളവർ ഒന്നിച്ചു വരുന്നത്, വേണേ ഏതാനും കുടുംബങ്ങൾ ഒന്നിച്ചു വരുന്നത്, ഒന്നിച്ചിരുന്ന് വേണമെങ്കിൽ ചീട്ട് കളിക്കുന്നത്, ഒന്നിച്ചിരുന്ന് വേണമെങ്കിൽ സംസാരിച്ച് തമാശയൊക്കെ പറയുന്നത്, വേണമെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് കൂടി ഗ്രൗണ്ടിൽ കളിക്കുന്നത്, ഇങ്ങനെയുള്ള പലതും അപ്രത്യക്ഷമായി. പലതും വളരെയേറെ കുറഞ്ഞു. ഇന്നെല്ലാവർക്കും ഒരു ഫോൺ മതി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മതി. അതിലൂടെ കാണുന്ന കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു വശത്ത് നന്മ, പക്ഷെ മറുവശത്ത് അതിൻ്റേതായിട്ടുള്ള ദൂഷ്യങ്ങളുണ്ട് എന്ന ഒരു കാര്യം നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ നമുക്ക് അത്യുത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പ്രയോജനപ്പെടുത്താൻ പറ്റും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 84-ാമത്തെ വയസ്സിലും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ അത് വചനം പ്രചരിപ്പിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള നല്ല ഒരു പോർട്ടലായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇന്ന് അല്ലാതെ നടക്കില്ലാത്ത കാര്യം സോഷ്യൽ മീഡിയ വഴി നടത്താൻ പറ്റും. ഞാനിപ്പം എല്ലാ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത് അവിടെ പോയി വചനം പ്രഘോഷിക്കണമെങ്കിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എല്ലാ രാജ്യങ്ങളിലേക്കും എത്താൻ പറ്റും. ഏത് രാജ്യത്തിലുള്ള വ്യക്തികളുടെ അടുത്തേക്കും ചെല്ലാൻ പറ്റും. അത്രമാത്രം നന്മ ഈ ഒരു കാര്യത്തിനുണ്ട് എന്നത് മറക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, നല്ലത് ദുഷിച്ചാൽ ദുർഗന്ധം വളരെ രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്രയും നല്ല സോഷ്യൽ മീഡിയ ദുഷിപ്പിച്ചാൽ അത് വിഷപ്പുകയായി മാറും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തെറ്റായ അറിവ് സ്വീകരിക്കാം.
സോഷ്യൽ മീഡിയ ഇന്ന് ഒത്തിരി പേരെ സ്വാധീനിക്കുന്ന കാണാൻ പറ്റും. നൽകുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ ഒന്നും അല്ല, തെറ്റായ കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയ്ക്ക് വേണമെങ്കിൽ ഒരാളെ മോശമായിട്ട് ചിത്രീകരിച്ച് കാണിക്കാൻ പറ്റും. അവർ അങ്ങനെ മോശമായതുകൊണ്ടല്ല, പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഇത് കൈകാര്യം ചെയ്യണം, ഇതെടുക്കണം എന്നുള്ളത് ഇതിലൂടെയെല്ലാം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒരു അഡിക്ഷനായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദൂഷ്യവശങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു ലഹരിയായിട്ട് മാറും. എത്രയോ പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾ മാത്രമൊന്നുമല്ല കേട്ടോ, പ്രായം ചെന്നവരും ഓവർ ദ ലിമിറ്റായിട്ട് ഈ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലൂടെ ഒരുപാട് നാശത്തിലേക്ക് വിപത്തുകളിലേക്കൊക്കെ പോകുന്നവർ, എത്ര ചതിയിൽ ചെന്ന് പെട്ടിരിക്കുന്ന ആൾക്കാർ. ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഈ ലഹരി, നല്ല ലഹരി ഉണ്ടാകാം, മോശമായിട്ടുള്ള ലഹരി ഉണ്ടാകാം. യെശയ്യായുടെ പുസ്തകം 29:9 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉന്മത്തരാകുവിൻ, പക്ഷെ മദ്യപിച്ചിട്ടാകരുത്, വീഞ്ഞ് കുടിച്ചിട്ടാകരുത്, മദ്യം കൊണ്ടാകരുത്. ഉന്മത്തരാകുന്നതും ആടി നടക്കുന്നതും എന്ന് പറഞ്ഞാൽ അതില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ലേ. അഹങ്കാരം കൊണ്ട് വേണമെങ്കിൽ ഉന്മത്തരാകാൻ പറ്റും. അങ്ങനെ ഉന്മത്തനായ ഒരു വ്യക്തിയാണ് അന്ത്യോക്കസ് രാജാവ്. 2 മക്കബായർ 5:21 വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ അന്ത്യം ശോചനീയമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അഹങ്കാരം കൊണ്ട് ഉന്മത്തരാകാം. വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഉന്മത്തത അതുണ്ടാകാം. സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, എനിത്തിങ് ഓവർ ദ ലിമിറ്റ് ഈസ് ഡേഞ്ചറസ്. അത് വരാതെ ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ട വിവേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനിലേക്ക് പോയി അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ഒരു മോചനം കിട്ടുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.